സാന്ദ്രാനന്ദാവബോധാത്മകമരുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് കുരുപവനപുരേഹം വ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. 62ാമത്തെ ദശകം ശ്രീമദ് നാരായണീയത്തിൽ ഗോവർദ്ധനത്തിന് യജ്ഞം ആക്കി തീർക്കുകയാണ് ഭഗവാൻ. ഇന്ദ്രന് കൊടുക്കേണ്ടതായിട്ടുള്ള യജ്ഞത്തെ ഗോവർദ്ധനത്തിന് ആക്കി തീർത്തു. ഒരു സ്വരൂപം സ്വീകരിച്ച് ഭഗവാൻ തന്നെ പർവ്വതാകാരനായി വന്ന് നിവേദ്യം സ്വീകരിച്ചു. ദേവേന്ദ്രൻ ഇതിൽ കുപിതനായി. തനിക്ക് തരേണ്ട യജ്ഞത്തെ മാറ്റാൻ മാത്രം കൃഷ്ണൻ വളർന്നുവോ എന്നങ്ങനെ പറഞ്ഞ് ഇന്ദ്രൻ്റെ ചിന്ത പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. 8ാമത്തെ ശ്ലോകം. മനുഷ്യത്വം യാതോ മധുപിതപിദേവേഷ്വവിനയം വിദത്തേ ചേൻ അഷ്ടത്തി ദശ തദസാംഗോ വിമഹിമ തതച്ഛദ്വം ശിഷ്യേ പശുവഹതകസ്യ ശ്രിയം ഇതി പ്രവൃത്തത്വാം ജേതും സകിലമകവാ ദുർമദനിധി. എന്തുകൊണ്ടാണ് കൃഷ്ണനോട് എതിർക്കാൻ ഈശ്വരവിരോധം എപ്പോഴാണ് ഉണ്ടാവുക? കഷ്ടകാലത്തും അഹങ്കാരം വർദ്ധിക്കുമ്പോഴും ഉണ്ടാവുക. ദുർമദനിധി, അഹങ്കാരിയായിട്ടുള്ള ഇന്ദ്രൻ എന്ത് ചിന്തിച്ചു? മനുഷ്യൻ്റെ രൂപത്തിൽ വന്നാൽ മനുഷ്യനാവണം, പിന്നെ ദേവന്മാരോട് കളിക്കാനല്ല നിൽക്കേണ്ടത് എന്ന് ഇന്ദ്രൻ ചിന്തിച്ചു. മനുഷ്യത്വം യാതോ, മനുഷ്യ ആയിട്ട് ജനിച്ചാൽ പിന്നെ എങ്ങനെ വേണം? മനുഷ്യനായിട്ട് ജീവിക്കണം. മധുപിതപി വിഷ്ണു ആവട്ടെ, ആരാവട്ടെ, മധുവിനെ ജയിച്ച വിഷ്ണു. മധു അസുരനാണ്. മധു എന്ന അസുരനെ ജയിച്ചവൻ മധുപിത്. എന്ത് വിഷ്ണു ആവട്ടെ, ആരായിക്കോട്ടെ, മനുഷ്യനായിട്ട് വന്നാൽ പിന്നെ മനുഷ്യനായിട്ടല്ലേ ജീവിക്കേണ്ടത്? ദേവന്മാരോട് വെല്ലുവിളിക്കുക ചെയ്യുക. ദേവേഷു അവിനയം വിധത്തെ, മനുഷ്യനായിട്ട് ജനിച്ചാൽ മനുഷ്യനായിട്ട് മാതൃക കാണിക്കണം ഭഗവാൻ. അങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അപ്പോൾ ദേവന്മാരെ വണങ്ങണം, അല്ലേ വേണ്ട? അതിന് പകരം ഇവിടെ അവിനയം വിധത്തെ, വിനയമില്ലാണ്ട് ദേവന്മാരോട് പെരുമാറുന്നു. ദേവന്മാരോട് വിനയമില്ലാതെ അവിനയം വിധത്തെ എങ്ങനെയാണോ ചെയ്യേണ്ടത് കാണിച്ചു കൊടുക്കാം. അഷ്ടത്തിദശ സദസാം, ദേവന്മാർക്ക് പൊതുവിലുള്ള മാഹാത്മ്യം. ത്രിദശ സദസാം, ത്രിദശന്മാർ ദേവന്മാർ. ബാല്യം, കൗമാരം, വാർദ്ധക്യം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമില്ല. അതുകൊണ്ടാണ് അവർ ത്രിദശന്മാർ എന്ന് പറയുന്നത്. വാർദ്ധക്യമില്ല, അത്ര 25 വയസ്സാവും അവർക്ക് എപ്പോഴും. അതുകൊണ്ട് ദേവന്മാർക്ക് ത്രിദശന്മാർ പേര്. നമ്മളൊക്കെ 4 ദിശന്മാരാണ്. വാർദ്ധക്യം തീർച്ചയായിട്ടും ഉണ്ടാവും. ഏറ്റവും നമുക്ക് ഇഷ്ടമല്ലാത്തതും എന്നാൽ അനിവാര്യമായിട്ടും അനുഭവിക്കേണ്ടതുമാണ് വാർദ്ധക്യം. ആർക്കെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? പക്ഷേ ദേവന്മാർക്കതില്ല. തിദശതസാം കോപി മഹിമാ നഷ്ട, ദേവന്മാരുടെ മഹത്വത്തെ ഇല്ലാതാക്കുകയാണ് കൃഷ്ണൻ ഇവിടെ. അത് സമ്മതിക്കാൻ പാടില്ല. ദേവന്മാർക്ക് മഹത്വമില്ലേ എന്നങ്ങോട്ട് തോന്നി. തൻ്റെ അഹങ്കാരം എന്ത് മഹത്വ? ഭഗവാൻ കൊടുത്ത മഹത്വമേ ഉള്ളൂ, അല്ലാത്തൊരു കോപ്പുമില്ല ദേവന്മാർക്ക്. ഒക്കെ നിയന്ത്രണം ആരുടെ കയ്യിലും അറിയും? ഭഗവാന്റെ കയ്യിലാണ്. അതെപ്പോഴും ഓർക്കണം. അപ്പോൾ അത് മറന്നിട്ട് ഇന്ദ്രൻ എന്ത് പറഞ്ഞു? ദേവന്മാരുടെ മഹിമ നശിപ്പിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ, തൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് അങ്ങോട്ട് തെറ്റായ അഹങ്കാരം ഉണ്ടാവുകയാണ്. എന്ത് ചിന്തിച്ചു? തത ച പശുപഹതകസ്യ ശ്രിയം ധ്വംസിഷ്യേ. കാശും അഹങ്കാരം ഐശ്വര്യവും കയ്യിലുണ്ടാവുകൊണ്ടാണ് ഈ അഹങ്കാരം ഉണ്ടാവുന്നത്. ഇവരുടെ സമ്പത്തിന് അടിസ്ഥാനം എന്താ? പശുക്കൾ, ഗോകുലം. അതാണ് നശിപ്പിക്കണേ. കാശ് കയ്യിലില്ലാണ്ടായാൽ തന്നെ ഒതുങ്ങിക്കോളും എന്ന് പറയും നമ്മളല്ലേ. അവൻ്റെ കയ്യിലിപ്പോൾ 10 കാശുണ്ട്, അതാണ് ഈ ഊക്ക്. സ്വതവേ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അതാണ്ട് പോയാൽ കഴിഞ്ഞു കഥ. ബലൂണ് ചുങ്ങിയ പോലെ അല്ലേ ഈ കാശാണ്ട് പോയാലേ. അങ്ങനെ ഇവരുടെ കുലം, ധനം പശുക്കളാണ്.
അത് വിറ്റിട്ട് ധാരാളം കാശുണ്ടായതുകൊണ്ടാണ് കൃഷ്ണന് അഹങ്കാരം. കൃഷ്ണനെ ഈ പാല് വിറ്റ് കാശുണ്ടാക്കിയിട്ട് വേണോ കൃഷ്ണന് ശക്തിക്ക്? ആലോചിച്ച് നോക്കൂ. തെറ്റായ വിചാരമാണ് ഇന്ദ്രൻ്റെ കഷ്ടകാലം. പശുപഹതകസ്യ ശ്രിയം, ആ പശുപാലന്മാരുടെ സമ്പത്തിനെ ധ്വംസിഷ്യേ, തകർക്കാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം എന്നങ്ങനെ പറഞ്ഞ് മഴ പെയ്യിച്ചിട്ട് ഗോകുലത്തെ നശിപ്പിക്കുകയാണ്. മനുഷ്യത്വം യാതോ മധുബിദ് എന്ന് പറഞ്ഞാൽ വിഷ്ണു. അഭിദേവേഷു അവിനയം വിധത്തെ, ദേവന്മാരോട് കളിക്കാൻ നിൽക്കുക. അഷ്ടത്തിദശതസാങ്കോവി മഹിമ, ഇവിടെ കൃഷ്ണൻ ജയിച്ചാൽ പിന്നെ ദേവന്മാർക്ക് എന്ത് മഹിമയാണ് യോഗ്യതയുള്ളത്? അത് സമ്മതിക്കാൻ പാടില്ല. തതശ്ചദ്വംസിഷ്യേ പശുപഹതകസ്യ ശ്രിയം, ഗോപാലന്മാരുടെ ഐശ്വര്യത്തെ ഞാനിപ്പോൾ തകർക്കും. ധ്വംസിഷ്യേ പ്രവൃത്തത്വാഞ്ചേതും സകില മഖവാ ദുർമദനിധി, ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലാക്കാതെ ഭഗവാനോട് എതിരിടാൻ നിശ്ചയിച്ചു. തദാവാസം ഹന്തും പ്രളയജലദാൻ അംബരഭുവി പ്രഹിണ്ണൻ വിപ്രാണ കുലിശമയമബ്രോഭഗമന പ്രതസ്തേന്നേരന്തർദഗനമരുതാതിർവികസിതോ ഭവന്മായാനൈവ ത്രിഭുവനപദേ മോഹയതി കം. എന്നിട്ട് എന്തൊക്കെ ചെയ്തു അത്ര ഇന്ദ്രൻ? ത്വദാവാസം ഹന്തും, അങ്ങയുടെ വാസസ്ഥാനമായിട്ടുള്ള ഗോകുലം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഹന്തും തകർക്കാനായിക്കൊണ്ട്, പ്രളയജലദാനംബരഭുവി മേഘങ്ങളോട് കൽപ്പിച്ചു. ധാരാളം മഴ പെയ്യിക്കാൻ കഴിവുള്ള മേഘങ്ങളെ ആകാശത്തേക്ക് അയച്ചു. നിങ്ങളൊക്കെ ഇപ്പോൾ പോയിട്ട് മഴ പെയ്യിക്കണം. ഇന്ദ്രൻ്റെ ആജ്ഞയാണല്ലോ മഴ പെയ്യിക്കണത്. പ്രഹിണ്ണൻ വിപ്രാണ, എന്ത് ചെയ്തു? ആകാശത്ത് നിയോഗിച്ചിട്ട് വജ്രായുധം ഇളക്കി. അതാത്ര ഇടിമിന്നൽ. കുലിശം ബഭ്രാണ, കുലിശം വജ്രായുധം. വജ്രായുധം എടുത്തിട്ട് ഇന്ദ്രൻ്റെ കയ്യിലുള്ള ആകെ കോപ്പാണല്ലോ ഈ വജ്രായുധം. അതിങ്ങനെ ഇളക്കി ഇടിമിന്നാൻ തുടങ്ങി എന്നാണ്. സർവ്വദിക്കിലും ഇടിമിന്ന. പ്രകിണ്ണൻ വിപ്രാണ അല്ലേ, ഇന്നത്തെ ശാസ്ത്രക്കാരിതൊന്നും പറഞ്ഞാൽ സമ്മതിക്കില്ല കേട്ടോ. പ്രകിണ്ണൻ വിപ്രാണ, യജ്ഞൻ്റെ വജ്രായുധം എടുത്തിട്ട് ഇളക്കി ഇടിമിന്നാൻ തുടങ്ങി. കുലിശം മയം അപ്രേഗമന, അപ്രം ആകാശത്തിലങ്ങനെ ഇളക്കിക്കൊണ്ട് ഇടിമിന്നി. കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് ഇപ്പം കാണിച്ചു തരാമെന്നും പറഞ്ഞ് കുലിശം വിപ്രാണ, വജ്രായുധം എടുത്തു. അപ്രേപഗമന, ഐരാവതത്തിൻ്റെ പുറത്ത് കയറിയിട്ട് ആകാശത്ത് കൂടെ അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ കണ്ടു ആര്? ദഹനമരുതാത്യൈ, അഗ്നിദേവൻ, മരുത്തുക്കൾ, മറ്റ് ദേവന്മാർ ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. കഷ്ടം, ഈ ഇന്ദ്രൻ ഇത്ര ബുദ്ധിയില്ലാണ്ടേലോ. അതെന്താ ചോദിച്ചാൽ, ഈ ലൗകിക ഐശ്വര്യങ്ങൾ വന്നാൽ തന്നെ അഹങ്കാരവും ബുദ്ധിയിലായി ഉണ്ടാവും അത്രേ. 4 കാശ് കയ്യിൽ വന്നാലേ, ആരോഗ്യം ഉണ്ടായാലേ, വയ്യാതെ കിടന്നു നോക്കട്ടെ, തന്നെ ശരിയായിക്കോളൊക്കെ അല്ലേ. നിങ്ങളല്ലാണ്ട് ആരുമില്ല. അവിടെ അഹങ്കാരവും ആരോഗ്യവും പൈസയും വന്നപ്പോൾ ഇന്ദ്രൻ്റെ അഹങ്കാരം കണ്ടു. പക്ഷേ ഇതൊക്കെ എത്രയ്ക്കുണ്ട്? ഇത് ഓർത്തിട്ട് എന്ത് ചെയ്തു? പല ദേവന്മാർ ഇന്ദ്രനെ പരിഹസിച്ചു. കഷ്ടം, ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നത് വെച്ചിട്ടല്ലേ ഈ ഇന്ദ്രൻ സാക്ഷാൽ ജഗദീശ്വരനോട് കളിക്കുന്നത്? ഉള്ളിൽ അവർക്ക് വല്ലാത്ത പരിഹാസം തോന്നി. കഷ്ടൻ്റെ ഇന്ദ്ര, ഇങ്ങനെ തോന്നിയില്ലോ നിനക്ക്? അന്യേ ദഹനമരുതാത്തേ അന്തവിഹിതപ്രതസ്ഥേ, ലോകം മുഴുവൻ രക്ഷിച്ച് സംഭരിച്ച് പരിപാലിക്കുന്ന ഭഗവാനോട് എതിരിടാൻ നിനക്ക് എന്ത് ശക്തിയുണ്ട്? നീ വലുത് ആലോചിച്ചിട്ടാണോ ഈ പുറപ്പെടുന്നത്? 4 ഇടിയും മഴയും കണ്ടാൽ നമ്മൾ പേടിക്കും, ഭഗവാൻ പേടിക്കുമോ? ഇതെന്തിൻ്റെ അപ്പുറത്തേയും കണ്ട ആളാണ് ഭഗവാൻ. ഇതാലോചിക്കാൻ കഴിവില്ലാത്ത ഇന്ദ്രൻ്റെ ബുദ്ധിശൂന്യത ഓർത്ത് മറ്റ് ദേവന്മാർ വല്ലാതെ കളിയാക്കി. കഷ്ടേന്ദ്ര, അത് വേണ്ടാത്തതിനാണ്. ത്രിഭുവനപദേ, അങ്ങയുടെ മായ ആരെയെ മോഹിപ്പിക്കാത്ത? ഈ ശിവനെയും കൂടി മോഹിപ്പിച്ചിട്ടുണ്ടല്ലേ വിഷ്ണു വേഷം, സ്ത്രീവേഷം കെട്ടിയപ്പോൾ. അപ്പോൾ ആരെ അങ്ങയുടെ മായ മോഹിപ്പിക്കും? സുരേന്ദ്രകൃതച്ചേ നിജകരിണയാ ശൈലകൃപയാപ്യനാതങ്കോസ്മാകം നിയതൈതി വിശ്വാസ്യ പശുവാൻ.
അപ്പോൾ ഗോപന്മാർ പേടിച്ചു, പശുക്കൾ പേടിച്ചു. അല്ലാതെ മഴയൊക്കെ വന്നാൽ ഈ പശുക്കൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ, തണുപ്പും വെള്ളവും. അവരൊക്കെ ഭയന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആരും പേടിക്കണ്ട. സുരേന്ദ്രകൃതശ്ചേൽ, ഇന്ദ്രൻ്റെ കോപമല്ലേ, അതിന് വഴിയുണ്ട്. സുരേന്ദ്രകൃതശ്ചേൽ, ഇന്ദ്രൻ കോപിച്ചാൽ നിജകരുണയാ, നമ്മൾ ബ്രാഹ്മണരെ ബഹുമാനിച്ചു, പശുക്കളെ പൂജിച്ചു. ഗോ ബ്രാഹ്മണേ വ്യശുഭമസ്തു നിത്യം, ഗോക്കളെ പൂജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗോക്കളെ ഉപദ്രവിച്ചാൽ അത്രമാത്രം നമുക്ക് ദോഷമുണ്ടാവും. പൂജിച്ചാൽ ഗുണം വെച്ചാൽ തിരിച്ചുണ്ടാവണ്ടേ. അതാണ് ഗോവധം നന്നല്ല, ഇന്ത്യയിൽ പാടില്ല എന്നൊക്കെ പറയാൻ കാരണം. ദിജകരുണയാ, ആ ബ്രാഹ്മണരുടെയും പശുക്കളുടെയും കാരുണ്യത്താൽ പർവ്വതം നമ്മളെ രക്ഷിക്കും. ആരും പേടിക്കേണ്ട, അനങ്ങാണ്ടിരിക്കുന്ന അവിടെ. ഇന്ദ്രൻ ചെയ്യണത് ചെയ്യട്ടെ. ശൈലകൃപയാ, ആ ശൈലത്തിൻ്റെ കൃപ കൊണ്ട് അനാതങ്കോസ്മാകം, യാതൊരു പോറലും ഏൽക്കാതെ നമ്മൾ രക്ഷപ്പെടും. അസ്മാകം നിയത ഇതി വിശ്വാസ്യ പശുവാൻ, എന്തിനാ പേടിക്കണ? ആ പർവ്വതം, പശുക്കളെ, ബ്രാഹ്മണര് ഉള്ളിടത്തോളം കാലം നമ്മളൊരു കഷ്ടത്തിലാവില്ല. അവരുടെയൊക്കെ ശക്തി ഫിസിക്കലല്ല, പശുക്കളുടെയും ബ്രാഹ്മണരുടെയൊക്കെ ശക്തി ഫിസിക്കലല്ല, ആത്മീയമാണ് അല്ലേ. അവരുടെ ഫിസിക്കലായിട്ട് വലിയ ശക്തിയൊന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല, ആത്മീയ ശക്തിയുണ്ട്. വസിഷ്ഠൻ്റെ കാമധേനുവിനെ കൊണ്ടുപോകാൻ വിശ്വാമിത്രൻ ശ്രമിച്ചപ്പോൾ അതിഭയങ്കരങ്ങളായിട്ടുള്ള സൈന്യത്തെ വിട്ട് വിശ്വാമിത്രൻ തോറ്റ് തൊപ്പിയിട്ട കഥ പറയുന്നുണ്ട്. പുരാണങ്ങളിലും വാൽമീകി രാമായണത്തിലൊക്കെ പറയുന്ന കഥയത്, ദേവീഭാഗവതത്തിലൊക്കെ വരും അത്. അവിടെയാണ് വിശ്വാമിത്രൻ തൻ്റെ കിരീടവും ആയുധവും വാളും അവിടെ അവിടെ വെച്ചു. മനസ്സിലായി, ഈ ആയുധങ്ങളല്ല വലുത്, തപശക്തിയാണ്. പിന്നെ എത്ര വിശ്വാമിത്രൻ മഹർഷിയായത്? അതുവരെ അദ്ദേഹം രാജാവായിരുന്നു, ക്ഷത്രിയനായിരുന്നു, മഹർഷിയല്ല. വസിഷ്ഠൻ്റെ മുമ്പിൽ തോറ്റപ്പോൾ മനസ്സിലായി തപശക്തിയുടെ ശക്തി എന്താണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ആ പശുക്കളും ആ ഇവരൊക്കെ ഉള്ളിടത്തോളം കാലം, ബ്രാഹ്മണരുടെ തപസ്സിന് ശക്തിയുണ്ട്. ഉള്ളിടത്തോളം കാലം നമ്മളെന്തിനാണോ പേടിക്കണത് ഗോപന്മാരെ? അഹോ കിന്നായാർത്തോ ഗിരിബിരിതി സഞ്ചിന്യ ദിവസൻ മരുഗേകാദീശ പ്രണതമുരവൈരിൻ മമഗതാൻ. അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ രോഗത്തെ കൂടി തീർത്ത് തരയണമേ. ഇടയന്മാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് എന്താണ് ഇന്ദ്രൻ വരാത്തത്? മഴ ഗോകുലത്തിലെത്തിയിട്ടില്ല, വന്ന് അവിടേക്ക് തുടക്കമായിട്ടുള്ളൂ, ഇവിടേക്ക് വന്നിട്ടില്ല മഴയെ. എന്താ മഴ വരാത്തതെന്ന് വിചാരിച്ചിരുന്നു ഭഗവാൻ എന്നാണ്. എന്താ വരാത്താവോ ഇന്ദ്രൻ? ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് ഇന്ദ്രൻ്റെ വരവും പ്രതീക്ഷിച്ച് അവിടുന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് വരാത്തത്? അഹോ കിന്ന ആയാതോ ഗിരിഭി ഇരി തഞ്ചിന്ത്യ ദിവസം. എന്താ ഇന്ദ്രൻ വരാത്ത, വന്നിട്ട് വേണം പാഠം പഠിപ്പിക്കാൻ എന്ന് വിചാരിച്ച് ഒട്ടും ദരിദ്രമല്ലാതെ ആ ഇന്ദ്രനെ നേരിടാനുള്ള തയ്യാറിപ്പോട് കൂടിയിട്ട് ഭഗവാൻ അവിടെ സ്ഥിതി ചെയ്തു. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഗുരുവായൂരപ്പ എന്നെ കൂടി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ദശകം അവസാനിപ്പിക്കുകയാണ്. ശുഭദിനാശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.